ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 1-ാം തീയതിയിലെ നക്ഷത്രഫലമാണ്. നവഗ്രഹങ്ങൾ നൽകുന്ന ജീവിതാനുഭവങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് ചുരുക്കി പറയുന്നതാണ് നക്ഷത്രഫലം. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് നമ്മൾ മേടക്കുറുകാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക്, കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തെ അനുഭവം എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ ബുധൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. ആ വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ മേടക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമരാശിയാണ്. അഷ്ടമരാശിയിൽ ഒരു പാപഗ്രഹം നിന്നാൽ, ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്, ശുഭഗ്രഹമായിട്ടല്ല നിൽക്കുന്നത്. തനിച്ചാണെങ്കിലും ശുഭക്ഷേത്രത്തിലല്ലല്ലോ, അപ്പോൾ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. ആ ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും ചന്ദ്രനും സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ മേടക്കുറുകാർക്ക് ഏത് വിധത്തിലുള്ള അനുഭവമാണ് പുതിയ വർഷത്തിൻ്റെ ആരംഭദിനം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അഷ്ടമത്തിൽ പാപഗ്രഹം നിന്നാൽ കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പ്രശസ്തിയോ അംഗീകാരമോ ഒന്നും ഇവരെ തേടി വരുന്ന ഒരു ദിവസമല്ല. സുഖസൗകര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ അത്ര നല്ല അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരണമെന്നില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ ബുധനാഴ്ച ദിവസം ഇവർക്ക് ധനുരാശി വിട്ട് മകരൻ രാശിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മേടക്കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കുടുംബസുഖം സാധാരണ നിലയിൽ ഉണ്ടാകും, ധനപരമായ നേട്ടവും സാധാരണ നിലയിൽ ഉണ്ടാകും, തൊഴിൽപരമായുള്ള നേട്ടവും സാധാരണ നിലയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല മേടക്കുറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് 3-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനുമാണ് ബുധൻ. അപ്പോൾ 3-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ ഇവർക്ക് അഷ്ടമരാശിയിൽ നിൽക്കുന്ന ബുധനാഴ്ച ദിവസം മേടക്കുറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. ഒരു സാധാരണ ജീവിതത്തിൽ കൂടി തന്നെ കടന്നു പോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്നാൽ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഈ നാളുകാരായിട്ടുള്ള ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ അറിവിൻ്റെ ലോകത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ പുതുവർഷം തന്നെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കും ഈ നാളുകാർ കടന്നു പോവുക. അപ്പോൾ പുതുവർഷം ഒരുപക്ഷെ നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് ഈ പറഞ്ഞ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ബാക്കിയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും സാധാരണ ഒരു ജീവിതാനുഭവമായി തന്നെയായിരിക്കും പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അനുഭവമാണ് വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. ഫലങ്ങൾ വന്നു ചേരണമെന്നില്ല, കുടുംബസുഖം സമയം കൂടിയാണ്, ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, കുടുംബത്തിൽ വന്നു ചേരുന്നതുകൊണ്ട് കലാപരമായ മേഖലകളിൽ ജീവിത സുഖക്കുറവ് നേടിയാവുമായിട്ടുള്ള ശത്രുത അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുവാൻ പ്രതികൂലമായ അനുഭവങ്ങളാണ് സാധ്യതയായിട്ടും വന്നു ചേരുവാൻ. എന്നാൽ അവിടെയും മനസ്സിലാക്കുക, ദശാകാലത്തിൽ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതിൻ്റെതായ അനുഭവത്തിൽ കടന്നു പോകും. എന്നാൽ ദശാകാലം മോശമായിട്ടുള്ളവർക്കും ഇപ്പോഴത്തെ സമയം മോശമായിട്ടുള്ളവർക്കും ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൻ്റെ ആരംഭ ദിനമായ ബുധനാഴ്ച ദിവസം ഏറെക്കുറെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. 5-ാം ഭാവത്തിലാണ്
ബുധൻ നിൽക്കുന്നത്. പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ 6ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അവർക്ക് തൊഴിലിടങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ, തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ, മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ, കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. 7ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ കടന്നു വരുമ്പോൾ ദാമ്പത്യ ജീവിത സുഖം. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി ഇവർ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് അനുകൂലമായ ഒരു തുടക്കമാണ്, പുതുവർഷത്തിൻ്റെ അനുകൂലമായ ഒരു തുടക്കമാണ് അവർക്ക് ഈ 2025 വർഷത്തിൻ്റെ ആദ്യ ദിനമായ ബുധനാഴ്ച ദിവസം കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഒരു നല്ല അനുഭവം കൊണ്ട് തുടക്കം കുറിക്കുവാൻ പറ്റുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽപരമായുള്ള നേട്ടം, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവങ്ങൾ, ധനധാന്യ സമൃദ്ധി, അങ്ങനെ അപൂർത്തിയെ കാണിക്കുന്ന നല്ല സൂചനകൾ ഒക്കെ കർക്കിടകക്കുറുകാർക്ക് ഉള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിലും അവരുടെ അഷ്ടമത്തിലെ ശനി ഉള്ളതുകൊണ്ട് ഒരു 2-3 മാസം കൂടി അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർക്കുണ്ടാകും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകപൂര ഉത്രം കാൽനാളുകാർക്ക് പുതുവർഷത്തിൻ്റെ ആരംഭ ദിനമായ ബുധനാഴ്ച ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, മാതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ടാണ് 4ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് സംബന്ധിച്ചുള്ള വലിയ നേട്ടങ്ങളൊന്നും അവർക്ക് വന്നു ചേരണമെന്നില്ല. ബന്ധുക്കളെ കൊണ്ടുള്ള കാര്യമായ നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവിടെ പുത്രദുഃഖം, ചിലർക്കൊക്കെ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം എന്നുള്ളതാണ് പ്രത്യേകത. ബുദ്ധിപരമായ കാര്യങ്ങളിൽ കൂടി കാര്യവിജയം ഉണ്ടാക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്നാൽ ചിലർക്കൊക്കെ കടബാധകളും ശത്രുതകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാനും ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല, അതും മറ്റൊരു വിഷയമാണ്. തൊഴിൽപരമായിട്ടുള്ള അനുകൂലം ഇവർക്ക് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. എങ്കിലും പലർക്കും തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അവരെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു എനർജി ഇല്ലാത്ത, പവറില്ലാത്ത ഒരു സാഹചര്യമാണ്. ആരോഗ്യം അങ്ങനെ തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല. ചിലർക്കൊക്കെ ആണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും തികഞ്ഞു പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ചിലർക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഈ പുതുവർഷം അവർക്ക് കാര്യവിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാം. പുതുവർഷത്തിൻ്റെ ആരംഭ ദിനമായ ബുധനാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ കേതു നിൽക്കുന്നു. കള്ളം പറയുവാനുള്ള സാഹചര്യം തുടർന്നു പോകും. ജാതകർ കള്ളം പറയേണ്ടതായ സാഹചര്യങ്ങളാണ് ഈ ജന്മത്തിൽ കേതു നിന്നാലുള്ള ഒരു വിഷയം. അതാണ്, കള്ളം പറയേണ്ടി വരും. ചിലപ്പോൾ അത് ആർക്കും ദോഷമായിട്ടില്ലെങ്കിൽ പോലും കള്ളം പറയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ 3ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകർ സൽപ്രവർത്തികളേക്കാൾ ദുഷ്പ്രവർത്തികൾ ചെയ്യുമെന്ന്, അതായത് കള്ളം പറഞ്ഞ് ഓരോ കള്ളത്തരങ്ങൾ കാണിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അനുകൂലമായ ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. പിന്നെ 4ൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. 4ൽ സൂര്യൻ നിൽക്കുന്നു, അവർക്കത് അത്ര നല്ലതല്ല. രോഗങ്ങൾ, ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങളൊക്കെ വരാം. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. മാതാവ് സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. 7ൽ രാഹു നിൽക്കുന്നു, ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകണമെന്നില്ല. 11ൽ ചൊവ്വ ബലമില്ലാതെ നിൽക്കുന്നു, ലാഭകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരു കടബാധകളും ശത്രുതകളും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി പോകാതിരിക്കാൻ ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലാതെ 6ാം ഭാവത്തിൽ ശുക്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടെന്നുള്ളതല്ലാതെ വലിയ മെച്ചമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ആ പ്രതികൂലമായ സാഹചര്യങ്ങൾ അവർക്ക് തുടർന്നു പോകുന്നൊരു സാഹചര്യമാണ്. അതായത് ഈ ജന്മത്തിൽ കേതു നിന്നാൽ ഈ ജാതകർ കൂടുതലായിട്ടും കള്ളം പറഞ്ഞാണ് ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതൊരു പക്ഷേ ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് വേദനിക്കരുത്. ജ്യോതിഷം പറയുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ 7ൽ രാഹു നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വരും. അപ്പോൾ കള്ളം പറയാതിരിക്കാൻ പറ്റുമോ? ജീവിക്കണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞും ഒക്കെയാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവരൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാൻ പറയുന്നത്. ഇപ്പം ഇത് രാഹു മാറിയ ഇങ്ങോട്ട് കടന്നു വന്ന സമയം മുതൽ, അതായത് കഴിഞ്ഞ വർഷം 2024
ഒക്ടോബർ ആണെന്ന് തോന്നുന്നു, ആ സമയം മുതൽ പറയുന്നതാണ്. അപ്പോൾ 2023 ഒക്ടോബർ മുതൽ പറയുന്നതാണ്. അപ്പോൾ ഇതുവരെയും എത്ര പേര് ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനിയും 6 മാസം കൂടെ രാഹു ഇപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് 6ാം ഭാവത്തിലേക്കാണ് രാഹു കടന്നു വിടുന്നത്. 6ാം ഭാവത്തിൽ രാഹു വരുന്നതും നല്ലതല്ല. കടബാധ്യതകളാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് വരുന്നത്. 6ലേക്ക് രാഹു വന്നാൽ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി കടം വീടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും എത്ര പേര് ഇതിനെ ഉൾക്കൊള്ളും? ഞാൻ പറയും എനിക്ക് പൈസ ഉണ്ടാക്കാനാന്ന് പറയും. അപ്പോൾ അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ആത്മാർത്ഥമുള്ളവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അത്രമേൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പിലുള്ളതെന്ന് പറയാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് എത്രമാത്രം ഹൃദയത്തിൽ കൊള്ളണം, നിങ്ങളുടെ മനസ്സിൽ അത് ആഴമായി പതിക്കണം, എങ്കിലേ നിങ്ങളൊരു താല്പര്യം കാണിക്കൂ. അതിനുവേണ്ടിയാണ് ഇത്രയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മുമ്പോട്ടുള്ള സമയവും മോശമാണ്. അപ്പോൾ അതും നല്ലതല്ല. രാഹു എന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമാണ്. അത് ജ്യോതിഷം പറയുന്നത് പഴനിൽ നിന്നാൽ രാഹു കുഴപ്പമില്ല. അല്ലെങ്കിൽ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം ഒരു ശുഭഗ്രഹമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ് മീനൻ രാശിയിൽ രാഹുവിന് പറഞ്ഞ നല്ല സ്ഥാനമല്ല. മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത് കന്നിക്കൂറുകാരൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പറയാവുന്നതിൻ്റെ പരമാവധി പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവമായിരിക്കും പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം. അത്ര അനുകൂലമായൊരു സമയമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറുകാരുടെ കാര്യം പറയാം. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർക്ക് അവർക്ക് ഈ ബുധനാഴ്ച ദിവസം 2-ൽ ബുധൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. 2ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ സകലവിധ സുഖാനുഭവങ്ങളും അവർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര നേട്ടം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. ആ മേഖലകളിൽ കൂടി അവർക്ക് ധനം വന്നു ചേരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ എനിക്ക് 2-ൽ ബുധൻ നിൽക്കുന്നു, ആ ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത്രമേൽ നല്ല അനുഭവങ്ങളൊന്നും തുലാക്കൂറുകാർക്ക് വന്നു ചേരണമെന്നില്ല. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ധനത്തിൻ്റെ കാരകഗ്രഹമായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. എങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കൾ സഹോദരങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. സാമ്പത്തികമായ നഷ്ടവും അതുപോലെ തന്നെ ചതിവും ഒക്കെ പറ്റുവാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം അവർക്ക് അത്ര അനുകൂലമല്ല. അവർക്ക് 4-ൽ ശനി നിൽക്കുന്നു, 5-ൽ രാഹു നിൽക്കുന്നു. 5-ലെ രാഹു കാര്യതടസ്സത്തെ കൊടുക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സമാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളാണ്. മക്കളുടെ കാര്യത്തിലും തടസ്സമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെയാണ് കടന്നു പോവുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം വലിയ അനുകൂലമായ ഒരു അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും വൃശ്ചികക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. വൃശ്ചികക്കൂറിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വ അല്ലെങ്കിൽ കുജൻ നീചനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം. അപ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥത ദേഹനന്മ അനുകൂലമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്കൊരു ഉന്മേഷക്കുറവ് താല്പര്യക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. 2ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. 5ാം ഭാവത്തിൻ്റെ അധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഈ 5ാം ഭാവത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ രാഹു കയറി സ്ഥാനം പിടിച്ചു നിൽക്കുന്നു. അതത്ര നല്ലതല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അവർക്ക് തടസ്സം നിൽക്കുന്നു. ഇപ്പോൾ അവർക്ക് 7-ൽ വ്യാഴം നിന്നാൽ എന്താണ് ഫലം? വിദേശത്ത് ജോലിക്ക് പോകാൻ സാധിക്കും, വിവാഹം കഴിക്കുവാൻ സാധിക്കും, നല്ലൊരു ജീവിത സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. പക്ഷെങ്കിൽ രാഹു കയറി പിടിമുറുക്കിയിരിക്കുകയാണ്. രാഹുവിൻ്റെ കരാളഹസ്തങ്ങളിൽ ഈ വൃശ്ചികക്കൂറുകാർ അകപ്പെട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഞെങ്ങിഞ്ഞെരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് പുതുവർഷത്തിൻ്റെ ആരംഭ ദിനം ശുഭം അല്ലെങ്കിൽ ശുഭസൂചകമായതൊന്നും തരുന്നില്ല. അതായത് അവർക്ക് വന്നു ചേരുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചുള്ള നേട്ടമാണ്. അവർക്ക് ശോഭിക്കാൻ പറ്റുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല മനസ്സും നല്ല പ്രവൃത്തിയും നല്ല ആശയവും ആരെയും ആകർഷിക്കുന്നതിൽ സംസാരിക്കാനുള്ള ശേഷിയുമൊക്കെ കലാകാരന്മാർക്ക് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അല്ലാത്തവർക്ക് സാധാരണ ഒരു ജീവിതം കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു ജീവിത സാഹചര്യത്തിൽ കൂടി പോകുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ
ഇവർക്ക് ശത്രുതകൾ വൃശ്ചികക്കുറുകാർക്ക് അതുപോലെ തന്നെ കലാപരമായ മേഖലകളിൽ അങ്ങനെ ശോഭിച്ചു വന്നാലും അവിടെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു കലാപരമായ ഒരു പ്രോഗ്രാമിൽ അവിടെ ഒരു ജഡ്ജസ് വിധി എഴുതാൻ വന്നാൽ പോലും ഈ നാളുകാരോട് ആ ജഡ്ജസിന് എന്തെങ്കിലും ഒരു ശത്രുത തോന്നി മാർക്ക് കുറച്ചിടും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് വൃശ്ചികക്കുറുകാർക്കുള്ളത്. വൃശ്ചികക്കുറുകാർ ശ്രദ്ധിക്കുക, ശനിയുടെ ദോഷമുണ്ട്, രാഹുവിൻ്റെ ദോഷമുണ്ട്. രാഹു കേതു ദോഷ പരിഹാര പൂജ ചെയ്യുക. ഇനിയും 6 മാസം കൂടി ഈ ഗതി മുമ്പോട്ട് പോകും. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വ്യാഴം പിന്നെ നിങ്ങൾക്ക് രാശി മാറി അഷ്ടമരാശിയിലേക്ക് വ്യാഴം പോകും. അപ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റത്തില്ല. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ശനി 3 മാസം കഴിയുമ്പോൾ 5ലേക്ക് പോകും. കാര്യതടസ്സം പിന്നെയും അവിടെ വരികയാണ്. 5ലെ ശനി പുത്രദുഃഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മുമ്പോട്ടുള്ള സാഹചര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നവഗ്രഹ ദോഷ പൂജ ചെയ്യുക. രാഹു കേതു ദോഷ പരിഹാര പൂജ ആദ്യം ചെയ്യുക. ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പൈസ മുടക്കി ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പണം മുടക്കാതെ ഒരു കാര്യവും പറ്റത്തില്ല. അപ്പോൾ പണം മുടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഒരു പ്രായമൊക്കെ ആകുമ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടി അവരുടെ ജീവിതം പോകും. അപ്പോൾ ഇപ്പം കാശ് മുടക്കൊന്നുമില്ല. ഇപ്പോഴുള്ള കയ്യിലെ കാശ് അവിടെ ഇരിക്കും. പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ എന്താണ്, കുറേ ആരോഗ്യമുള്ള കുറേ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഓരോ ദിവസവും വർഷവും മാസവും ഒക്കെ പെട്ടെന്ന് കടന്നു പോകും. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് ദോഷപരിഹാര പൂജ ചെയ്യുക. നവഗ്രഹങ്ങളെ അവിടെ പ്രീതിപ്പെടുത്തി അവരുടെ ദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരൊക്കെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് 3-4 ദിവസം അല്ലെങ്കിൽ 10 ദിവസം 20 ദിവസമൊക്കെ അവർ പണം മുടക്കിയാണ് അതൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് നല്ല 30,000 50,000 1 ലക്ഷം രൂപ വരെയൊക്കെ അവർക്കും ചിലവുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു 5,000 രൂപയുടെ പൂജയോ 10,000 രൂപയുടെ പൂജയോ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, ആരൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയല്ല, ഈ ആൾക്കാർ ജാതകരൊന്നും ആത്മീയമായിട്ടൊരു പവർ അവർക്കില്ല. ആത്മീയമായി സ്വയം ഒരു പവറുള്ളവർക്ക് പൂജയുടെ ആവശ്യമില്ല. അവർക്ക് തന്നെത്താനെ അവരുടെ കാര്യങ്ങൾ ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ സ്വന്തമായിട്ടുള്ള കഴിവുകൊണ്ടും ഒക്കെ അതിനെ തരണം ചെയ്യാൻ കഴിയും. പക്ഷെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ദൈവികമായ ദേവന്മാരുടെ അനുഗ്രഹമുള്ള ഒരാളുടെ സഹായം തേടേണ്ടി വരും. അപ്പോൾ അവിടെ സാമ്പത്തിക ചിലവുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ള ഇതാണ് ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, മരുമരായികളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ചാനലിന് വലിയ വ്യൂവേഴ്സ് ഒന്നും കിട്ടണമെന്നില്ല. വ്യൂവേഴ്സ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സത്യം മറച്ചു വെച്ച ഒരു കാര്യത്തിനും ഞാനില്ല. കള്ളത്തരം പറയുകയാണെങ്കിൽ വ്യൂവേഴ്സൊക്കെ ഒത്തിരി കിട്ടും. അപ്പോൾ അതല്ലല്ലോ. അപ്പോൾ അത് ജനങ്ങളെപ്പോഴും പണമാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ പണം വരാം, എങ്ങനെ കയ്യിൽ അധ്വാനിക്കാതെ കാശ് കിട്ടും എന്നുള്ള അതിനെക്കുറിച്ചാണ് ആൾക്കാർ ഇങ്ങനെ ഉത്കണ്ഠാകുലരായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ ചാടി വീഴും. ഒരു ദിവസം 10,000 20,000 30,000 വ്യൂവേഴ്സിനെ കിട്ടും. യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടും. അതൊക്കെ വേറൊരു കാര്യം. അതൊന്നുമല്ല, സത്യസന്ധമായിട്ട് വേണം നമ്മൾ ഏത് കാര്യത്തിലും ഇടപെടാൻ. ധനം വരുകയോ പരാജയിക്കുകയോ അത് വേറെ വശം. അപ്പോൾ ഈ വൃശ്ചികക്കുറുകാർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുതിയ വർഷം ശനി മാറുന്നു. ശനി എങ്ങോട്ടാണ് മാറുന്നത്? ശനി 5ലേക്കാണ് മാറുന്നത്. 5ലേക്ക് മാറുമ്പോൾ അത് അത്ര നല്ലതല്ല. ശനി 6ലേക്കാണ് വരുന്നതെങ്കിൽ നല്ലതാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമാണ്. അത് 3, 6, 12 നിന്നാൽ നല്ലതാണ്. ഓക്കെ. രാഹു എങ്ങോട്ട് പോകുന്നു? രാഹു 4ലേക്ക് വരുന്നു. അപ്പോൾ രാഹു 4ലേക്ക് വന്നാലോ അതും ഈ 2025 വർഷം നേട്ടമല്ല. വ്യാഴം എങ്ങോട്ട് പോകും? വ്യാഴം അഷ്ടമത്തിലേക്ക് പോകും. അതും നേട്ടമല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വൃശ്ചികക്കുറുകാർ ഈ പുതിയ വർഷത്തിൽ ജീവിക്കുക. നവഗ്രഹ ദോഷങ്ങൾ, അതായത് പ്രത്യേകിച്ച് രാഹുകേതു ദോഷ പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ഇല്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വിഷ്ണുദേവ ക്ഷേത്രത്തിൽ പോയി അവിടെയും വഴിപാടുകളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നിറഞ്ഞ അനുഭവമാണ് പുതിയ വർഷം വരിക എന്നുള്ളത് ഞാനിപ്പോഴേ പറഞ്ഞു തരികയാണ്. ആരും ഭയപ്പെടേണ്ട, എല്ലാം പരിഹാരമുണ്ട്. പരിഹാരമൊക്കെ ഇല്ലാത്ത ഒരു കാര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം
പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് അത്ര നല്ലതല്ല. ഇവരുടെ കേന്ദ്രഭാവത്തിൻ്റെ 10ാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ 12 നിൽക്കുന്നത്. അത്ര നല്ലതല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പല കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ പരാജയം സംഭവിക്കാം. തൊഴിൽപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദാമ്പത്യ ജീവിത സുഖക്കുറവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമായി കൊടുക്കുവാൻ ശേഷി ആർജിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് നൽകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ ശുക്രനും ശനിയും നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. മറ്റു പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുക. ഇപ്പോൾ രോഗം, ദുഃഖം, ദുരിതം, കടബാധകളുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ടില്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ 2025 വർഷം അവർക്കത്ര അനുകൂലമായ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴത്തിന് ഇവർക്ക് ഇനിയിപ്പോൾ 2025 വർഷം മെയ് കഴിഞ്ഞാൽ പിന്നെ വ്യാഴം 7ലേക്ക് പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് വ്യാഴത്തിന് കേന്ദ്രാധിപത്യം ഉള്ളതുകൊണ്ട്, അതായത് ധനു രാശിയുടെയും മീനൻ രാശിയുടെയും 4ൻ്റെയും ജന്മത്തിൻ്റെയും ആധിപത്യം വ്യാഴത്തിനുള്ളതുകൊണ്ട് വ്യാഴം 7ലേക്ക് പോകുന്നു. അത്ര നല്ലതല്ല. അപ്പോൾ ശനി ഇവർക്ക് 4ലേക്ക് പോകുന്നു, അതും നല്ലതല്ല. രാഹു 3ലേക്ക് വരുന്നു, ഇവർക്കൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഉള്ള ഒരു വർഷമല്ല പുതിയ വർഷം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനം ഇവർക്ക് വലിയ സൗഭാഗ്യമായ നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. അപ്പോൾ ബുധൻ 11 നിൽക്കുന്നു. 12ാം ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ടാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അനിഷ്ടസ്ഥാന സ്ഥിതി ഒന്നുമില്ലെങ്കിൽ പോലും വലിയ കാര്യമായുള്ള നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വർഷമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ശനി ഇവർക്ക് 3ലേക്ക് പോകുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 2ലേക്ക് രാഹു കടന്നു വരുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മകരക്കുറുകാർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഏതായാലും ശനി 3ലേക്ക് പോകുന്നു, പിന്നീടാണ് രാഹു 2ലേക്ക് വരുന്നത്. അപ്പോൾ ഈ വർഷം വ്യാഴം ഇവർക്ക് 6ലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും മകരക്കുറുകാർക്ക് 2025 വർഷം വന്നു ചേരുക. ഏതായാലും പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനവും ഇവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. വലിയ നേട്ടമോ വലിയ കോട്ടമോ ഒന്നും വന്നു ചേരത്തില്ല. ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും. വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് 12ൽ സൂര്യൻ നിൽക്കുന്നു. അത് ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കൊടുക്കുന്നുണ്ട്. പലർക്കും ധനനഷ്ടം അല്ലെങ്കിൽ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കഴിയുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ചന്ദ്രൻ ബലവാനാകുമ്പോൾ മാത്രമേ, അതായത് ഇപ്പോൾ സൂര്യനാണ് ബലം, ഇനിയിപ്പോൾ പഞ്ചമി കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. മകരക്കുറുകാർക്ക് അങ്ങനെയുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ബുധനാഴ്ച ദിവസം, ആദ്യത്തെ ദിവസം വലിയ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 12ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ഒരു പാപഗ്രഹമാണ്. അത് നല്ലതാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ശുഭകരമായിട്ടല്ലല്ലോ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഈ ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ ശത്രുത ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ അഭിവൃദ്ധിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതും ആണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നു. നല്ലതാണ്. 10ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. 10ാം ഭാവത്തിൽ ബുധൻ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പോലും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സമ്പത്തും ആരോഗ്യവും ഒക്കെ കൊടുക്കും. സൗകര്യങ്ങളും വസ്ത്രങ്ങളും പാണ്ഡിത്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവരുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ബുധനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ ജന്മത്തിൽ ശുക്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ 12ലെ ചന്ദ്രനാണ് അവർക്ക് ആരംഭ ദിവസം. അപ്പം 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇവർക്ക് മറ്റു പല വിധത്തിലുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. അവരുടെ ജന്മത്തിലേക്ക് രാഹു വരുന്നു എന്നുള്ളതാണ് 2025 ഒരു വലിയ പ്രശ്നം. അപ്പോൾ ആ ഒരു വിഷയം അവർക്ക് രാഹുവും ശനിയും ഒന്നിച്ചു ചേരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ മുമ്പോട്ടുള്ള അനുഭവങ്ങളായിട്ട് പിന്നെ നക്ഷത്രബലത്തിൽ പറയുമല്ലോ. അപ്പോൾ എന്തായാലും പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം ഇവർക്ക് ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്ന ഒരു ശുഭസൂചകങ്ങളാണ്, അല്ല ശുഭ അനുഭവങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്കാണ് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയം ഉള്ളത്. അവർക്ക് 10ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. പാപഗ്രഹമായിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല.
അല്ലെങ്കിൽ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഈ പാപഗ്രഹത്തിൻ്റെ മേൽ വരുന്നുണ്ട്. അത് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആയതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല. അപ്പോൾ കുംഭക്കൂറുകാർക്ക് അനുകൂലമായ ഒരു അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലം തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസമായ ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ നല്ല ഫലങ്ങൾ കൊടുക്കും. കലാകാരന്മാരൊക്കെ ശോഭിക്കും. പ്രാസംഗികർ, ശാസ്ത്രകാരന്മാർ, പാണ്ഡിത്യമുള്ളവർ, അറിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ ശോഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സൽഗുണ സമ്പന്നരായിട്ട് ഇവരൊക്കെ ശോഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ തന്നെ ആ ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. സ്വന്തം കഴിവും പരിശ്രമവും ഒക്കെ കൊണ്ട് ഇവർക്ക് ശോഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇവർക്ക് 4ാം ഭാവവും, അതായത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ അവർക്ക് ജന്മത്തിലേക്ക് ശനി കടന്നു വരികയാണ്. ഈ 2025 ഏപ്രിൽ മുതൽ ജന്മഭാവത്തിലേക്ക് ശനി കടന്നു വരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ദോഷം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കാരണം ശനി മീനൻ രാശിയിൽ നിൽക്കുന്നത് ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണെങ്കിൽ ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദോഷം ചെയ്യത്തുള്ളൂ. അപ്പോൾ മീനക്കുറുകാരെ സംബന്ധിച്ച് ഈ 2025 വർഷം ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെങ്കിൽ 12ലെ രാഹു 12ലേക്കാണ്, ജന്മഭാവത്തിൽ നിന്ന് രാഹു 12ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ചിലർക്കൊക്കെ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും ചിലർക്കൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള കാലം, അതായത് ഈ 2025 വർഷം സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും മീനക്കുറുകാർക്ക് കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഒരു ഗ്രഹത്തെ കൊണ്ട് നേട്ടമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. വ്യാഴം 4ലേക്കാണ് ഇനി രാശി മാറുന്നത്. വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വരുന്നുണ്ട്. അവരുടെ ജന്മഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും ആധിപത്യം വരുന്നുണ്ട്. അപ്പോൾ വ്യാഴം ഇവർക്ക് കാര്യമായ ഗുണത്തെ കൊടുക്കണമെന്നില്ല. ശനി ഇവരുടെ ജന്മഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ 12ൽ ആര് നിൽക്കുന്നു? 12ൽ രാഹു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരാനില്ല. സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതുവർഷ ആരംഭ ദിനത്തിലെ ജീവിതാനുഭവമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്, അല്ലെങ്കിൽ നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. 2025 വർഷം എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും മഹാദേവൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.